എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ വിഷയം നമ്മുടെ ദിയ കൃഷ്ണൻ്റെ സ്ഥാപനത്തിലെ പണം കട്ട വിഷയത്തിനെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അവർ 3 പേര് ഇതുവരെയായിട്ടും പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേങ്കിൽ ഒളിവിലിരുന്നു കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് ഇന്ന് മുതലേ ന്യൂസ് ചാനലൊക്കെ പറയുന്നുണ്ട്. അതിൽ ഒരാൾ മൊഴി കൊടുക്കാൻ പോയെന്നും പറയുന്നുണ്ട്. അവരുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫാണ്. എന്തിനാലും ദിയ കൃഷ്ണ ഇന്ന് പോയിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ അത് നിങ്ങൾക്കൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. അതെ, നേരത്തെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റണം എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിയം സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ ആദ്യം നമ്മളെ വാദിയായിരുന്നു നമ്മളെ പ്രതിയാക്കി കളഞ്ഞല്ലോ ആദ്യം. പക്ഷേ അഫ്കോഴ്സ് ഇപ്പോൾ ഒരു സ്ട്രോങ് ടീമിന്റെ കയ്യിലോട്ടാണ് മാറ്റിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് സൂൺ അവരെ എല്ലാവരെയും പിടികൂടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അഫ്കോഴ്സ് ഇനിയിപ്പോൾ നല്ലത് തന്നെ അങ്ങോട്ട് നടക്കും. കാര്യം നമ്മുടെ സൈഡിൽ നിന്നുള്ള തെളിവുകൾ മുഴുവൻ നമ്മൾ കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എന്ത് പ്രൂഫ് പോലും പോലീസ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി മറു സൈഡിൽ നിന്നുള്ള അവരുടെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ, അതിന്റെ എന്ത് തെളിവാണ് അവർ കൊണ്ടുവരുന്നതെന്നും നമുക്ക് കാണാം. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഓഡിറ്റിംഗിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടെന്ന് ജീവനക്കാരിൽ പരാതി കൊടുത്തിരുന്നു. അതിലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസിന്റെ റിപ്പോർട്ട് മുഴുവൻ എടുത്തു കഴിഞ്ഞല്ലോ. ഇന്നലെ അതിന്റെ ഒരു ന്യൂസ് ഏതോ ഒരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ഓഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം കൃത്യമാണെന്ന് അവർ ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞു നമുക്ക്. അതെ അതെ, അത് നമ്മൾ ബിഗിനിങ്ങിൽ നമ്മൾ പറഞ്ഞ വാക്കുകൾ തന്നെയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനോ എൻ്റെ അച്ഛനോ ബിഗിനിങ് മുതൽ എന്താണോ പറഞ്ഞത് അത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞ ഒരു വാക്ക് പോലും ഇതുവരെ അവർക്കോ മീഡിയക്കാർക്കോ അവരുടെ കൂടെയുള്ള ആർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റ്സ് തെളിയിച്ചിട്ട് അവർ പോയാൽ മതി. നിങ്ങളുടെ ഭർത്താവിനെതിരെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ അവർ നടത്തുന്നുണ്ട്. അതിനെങ്ങനെ കാണുന്നു? അവർ ഇതുവരെ പറഞ്ഞതിനകത്ത് ഒന്നിപ്പോലും തെളിവില്ല. അപ്പോൾ പിന്നെ അവർക്ക് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ അടുത്തൊരു കള്ളവും ചിലപ്പോൾ ഇനിയിപ്പോൾ നാളെ വന്നിട്ട് ചിലപ്പോൾ അച്ഛനും അവരെ വിളിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ അമ്മ അവരെ വിളിച്ചു എന്ന് പറയാം. അവർ പലതും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ നമുക്ക് തെളിവല്ലേ നമുക്ക് ആവശ്യം. അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ തെളിവ് എവിടെ? മനസ്സിലായില്ലേ? ഓക്കെ. ഈ വീഡിയോൻ്റെ തന്നെ മീഡിയക്കാരെ ദിയോടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ടാക്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, GSTൻ്റെ ഒക്കെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ് പറയുന്നത്. ഞങ്ങളത് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇന്നലെ മുതലേ വേറെ ഒരു വിഷയം ചർച്ചയായിട്ട് വന്നിട്ടുണ്ട്. ദിയയുടെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് അവർ പറയുന്ന ഒരു വീഡിയോ കൂടി ആദ്യം ഞാൻ അതൊന്ന് കേൾപ്പിക്കാം. ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത് ഇപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും പെൺകുട്ടികളെ ഇപ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരം വിളിക്കട്ടെ, അതുപോലെ അവർക്ക് ക്ഷമയില്ല. അവർക്ക് രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ വളരെ മോശമായ ഒരു കാര്യം തന്നെ. നിങ്ങൾ പറയുന്നുണ്ടായി ഇത്തരത്തിൽ അവർ ഉന്നയിക്കുന്ന ആരോപണം വലിയൊരു തുക നിങ്ങൾ തട്ടിച്ചു, QR കോഡ് തട്ടിപ്പ് നടത്തിയെന്നൊക്കെയാണ്. അതിന് തെളിവില്ലല്ലോ. 69 ലക്ഷം നമ്മൾ എടുത്തെന്ന് തെളിവില്ലല്ലോ. അങ്ങനെ അപ്പോൾ ആ വീഡിയോ കേട്ടില്ല. വീഡിയോൻ്റെ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ദിയ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. വീട്ടിൽ ബിരിയാണി ഉണ്ട്, അപ്പോൾ മണ്ണ് വാരി കഴിക്കേണ്ട ആവശ്യം അവനില്ല എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിന് 1 ലക്ഷത്തോളം ലൈക്കും വന്നിട്ടുണ്ട്. ദിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഓൾറെഡി ന്യൂസ് ഒക്കെ പുറത്ത് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട കക്ഷിയുടെ അതിൻ്റെ അകത്ത് തന്നെ ഡ്രാമ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. കുറേ കമൻറ്റ് അത് വെച്ചിട്ടായിരുന്നു. നിങ്ങൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ അകത്തെ കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് കള്ളാണെന്ന് അവർക്ക് തന്നെ അറിയാം. കാരണം ഒരാൾ നടുക്കുള്ള വിനിത എന്ന് പറയുന്ന കുട്ടി മാത്രമാണ് കൂടുതലും സംസാരിക്കുന്നത്. കാരണം അവരാണ് ഫസ്റ്റ് ഷോപ്പിൽ വന്നതെന്ന് ദിയ പറയുന്നുണ്ട്. അങ്ങനെ അവർ ഇതുവരെയായിട്ടും മുഖം പുറത്തേക്ക് കാണിച്ചിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. പുറത്ത് വന്നാൽ പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവരെ അറസ്റ്റ് ഉടനെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവർ ഒളിച്ചിരുന്നിട്ടാണല്ലോ മുൻകൂർ ജാമ്യത്തിന്. അവർ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അവരൊരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. പോലീസ് വിളിക്കുമ്പോൾ തന്നെ പോയി മൊഴി കൊടുക്കാം, അവർക്കൊന്നും പേടിക്കേണ്ട. പക്ഷേ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ 100% ഉറപ്പായി. ഏകദേശം അതിൻ്റെ കണക്കും പുറത്ത് വന്നു. 66 ലക്ഷം രൂപയോളം അവരുടെ അക്കൗണ്ടിലേക്ക് മറിച്ചു. അത് എന്നൊക്കെ പറഞ്ഞ് ന്യൂസൊക്കെ ഇന്നലെ വന്നിട്ടുണ്ട്. പക്ഷേ അവരത് എങ്ങനെ ചിലവാക്കി, ഇനി എന്തൊക്കെ ആരുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ അത് അവരെ തന്നെ പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു പാടാണ്. കാരണം നമുക്ക് അത്രയും വിശ്വാസമുള്ളവരെ മാത്രമേ നമ്മൾ ഷോപ്പിലൊക്കെ നിർത്താൻ പറ്റൂ. ദിയ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ അവിടെ അച്ഛൻ നിയമിച്ച സ്റ്റാഫൊക്കെ ആയിട്ട് നമ്മുടെ കട നന്നായിട്ട് രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ദിയ
എന്ന് പറഞ്ഞിട്ടുള്ള പേര് ദിയ എന്ന് പറഞ്ഞിട്ടും അവരുടെ സ്ഥാപനത്തിൻ്റെ പേരുള്ള ആ പേര് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതായിട്ട് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത് നമ്മളിനി ഒരു സ്ഥാപനത്തിൽ ആളെ നിർത്തുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് മാത്രം നിർത്തുക. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നേ പറയാനുള്ളൂ. ഇതിപ്പോൾ എല്ലാവർക്കും ഒരു പാടാണ്. കാരണം ഇന്നലെ ഒരു ചാനലിൻ്റെ അകത്ത് ദിയയുടെ അമ്മ, മറുനാടൻ ആ ചാനലിലാണ് തോന്നുന്നു, ദിയയുടെ അമ്മ പറയുന്നുണ്ട്, ഇപ്പോൾ ദിയ ഇപ്പോൾ അവിടെ അവരുടെ കൂടെ അവിടെ ഇരിക്കുന്ന ആ ടൈമാണെങ്കിൽ ഈ തട്ടിപ്പൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അവരോട് ചോദിച്ചാണെങ്കിൽ എൻ്റെ മോളെ അപായപ്പെടുത്താൻ വരെ ശ്രമിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം അവർ 3 പേരും കൂടിയിട്ട് ചിലപ്പോൾ സ്റ്റെപ്പിൽ നിന്ന് താഴെ തള്ളിയിടാനും അവർ മടിക്കില്ല. കാരണം അത്രയ്ക്ക് വലിയ ക്രൈമല്ലേ അവർ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ആ അമ്മ പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം നമ്മളൊരു ഇപ്പോൾ ഒന്ന് പറഞ്ഞു രണ്ടാമതിന് എല്ലാവരെയും തല്ലുക കൊല്ലുക അതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് വളരെ ശരിയാണ്. എന്തോ ദിയയുടെ ഭാഗ്യം കൊണ്ടാണ് ഇപ്പോഴെങ്കിലും അത് കണ്ടുപിടിക്കാൻ പറ്റും. 1.5 വർഷത്തോളമായില്ലേ. അപ്പോൾ ഭാഗ്യമുള്ളത് കൊണ്ടാണ് ഇപ്പോഴെങ്കിലും അവരുടെ തട്ടിപ്പ് പിടിക്കാൻ പറ്റിയത്. ഇനി അവർക്ക് ഒരു സ്ഥലത്ത് ഒരു ജോലിയും കിട്ടില്ല. ഇനി അറിയുന്നവരാരും അവർക്ക് ജോലി കൊടുക്കാനും പോകുന്നില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ അവരെ പിടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.